എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ വീഡിയോ ഇന്നലകളിൽ നടന്ന ED ആക്രമണത്തെക്കുറിച്ചാണ്. നാം എല്ലാം കണ്ടത്, ദൃശ്യമാധ്യമങ്ങൾ കണ്ടതാണ്. ഈ CPM നേതാക്കൾ മുൻനിരയിൽ നിന്ന് ആക്രമണകാരികളെ അവിടെ വിളിച്ചു വരുത്തി ആക്രമണത്തിന് നേതൃത്വം നൽകിയ ദൃശ്യങ്ങളാണ് നാം കണ്ടത്. അതാർക്കും അങ്ങനെയൊന്നും സംഭവം നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പ്രധാനമായി കണ്ടത് 100% ആഭ്യന്തര വകുപ്പിൻ്റെ പിഴവുകളാണ്. അതായിരുന്നു കൂടുതലും അക്രമത്തിലേക്ക് എത്തിച്ചത്. അതിന് പ്രധാന കാരണം ഈ നിമിഷം വരയ്ക്കും ഈ ആഭ്യന്തരം പോലീസ് ഭരിക്കുന്നത് പിണറായിയുടെ ചാരന്മാരാണ്, പിണറായിയുടെ പോലീസാണ്. ഇവർ അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുവരെയായിട്ടും അത് ചെയ്തു തീർത്തില്ല. ഇവരെ വച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ കേരളം വളരെ വൈകാതെ തന്നെ ഒരു ചോരക്കളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇവർ ചെയ്തത് ജനം വെറുത്ത പിണറായിയെ വീണ്ടും ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഗുണ്ടകളെ അവരെ ഏൽപ്പിച്ച് അവിടെ ഉള്ള കലാപം സൃഷ്ടിച്ച് പോലീസ് ഇടപെട്ട് അവരാരെങ്കിലും വെടിവയ്ക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഒരു 1-2 രക്തസാക്ഷികളെ സൃഷ്ടിച്ചെടുക്കുക. അതിലൂടെ കോലാഹലങ്ങൾക്ക് തുടക്കം കുറിക്കുക. 10 വർഷമായി ജോലിയും കൂലിയും ഇല്ലാതെ മയക്കുമരുന്നും ഗുണ്ടാപ്പണിയും നടക്കുന്ന CPMക്കാരെ തെരുവിലിറക്കി സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ ഭരണത്തെ മാറ്റി ജനം ഇഷ്ടപ്പെട്ട് ഏറ്റിയ ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. ആവശ്യമില്ലാത്ത ഏതോ ഒരു സ്ത്രീ അന്വേഷിച്ച് ED ഉദ്യോഗസ്ഥന്മാർ അവർ താമസ സ്ഥലത്തെത്തി. അത് പിണറായി എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. അവിടെ വന്ന് അന്വേഷണം നടത്തിയ അവർക്ക് CPM പാർട്ടിയുമായിട്ട് എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇതൊരു ഗൂഢാലോചന, ഇങ്ങനെയുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചപ്പോൾ ഇതിനെ ഒരു നല്ലൊരു ചാൻസായിട്ട് എടുക്കാൻ CPMക്കാർ ശ്രമിച്ചു. അവർ വിജയിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും അട്ടർ ഫെയിലിയറായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ രണ്ടുപേരിലുമാണ് വന്നിരിക്കുന്നത്. കാരണം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിനെ ED അറിയിച്ചില്ല. ED അറിയിച്ചാൽ ആ വിവരം ആ സെക്കൻഡിൽ തന്നെ പിണറായിയുടെ പോലീസുകാരാണ് അറിയുന്നത്. അതറിയുമല്ല. അതുകൊണ്ട് EDയെ കുറ്റം പറയാൻ പറ്റില്ല. ED സ്ഥലത്തെത്തി, അവിടെ അന്വേഷണം നടക്കുന്നു, അതിന് എൻക്വയറി നടക്കുമെന്ന് ആഭ്യന്തരമന്ത്രിക്ക് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അതിനു വേണ്ട സുരക്ഷിത കവചം തീർത്തില്ല? വളരെ മോശമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുപോലൊരു അബദ്ധം ഇനി പറ്റരുത്. നിങ്ങൾ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആഭ്യന്തരം രാജിവെച്ച് മറ്റാർക്കെങ്കിലും കൊടുക്കുക. നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റുള്ള വകുപ്പുകളോ ഇല്ല എന്തെങ്കിലുമൊക്കെ നോക്കുക. വളരെ മോശമായി. ഇപ്പം ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് മോശമായ ഒരു പ്രസ്താവന എനിക്ക് ഇറക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതുപോലെ ശ്രീ VD സതീശനും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിണറായിയുടെ ചാരന്മാർക്കിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അവരവിടെ നിന്ന് മാറ്റുക, വേറെ എവിടെയെങ്കിലും റീപ്ലേസ് ചെയ്യിപ്പിക്കുക. ഇവിടെ കഴിവുള്ളവരെയും സത്യസന്ധരായ ഓഫീസേഴ്സിനെ നിങ്ങൾ നിയമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്ത് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല. നിങ്ങളെ തകർക്കും. നിങ്ങളെ ജനവും വെറുക്കും. അത് യാതൊരു ഡൗട്ടുമില്ല. അത് വളരെ വേഗം നിങ്ങൾ അതിനുകൊണ്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ബെറ്റർ നിങ്ങൾ ഒഴിഞ്ഞു പോവുക. അല്ല, പ്രസിഡന്റ് ഭരണം നോക്കിക്കോട്ടെ. ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിരുന്നത്, ഇനി ചെയ്യാനുള്ളത്, നിങ്ങളെക്കൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആ നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ, ആ MP, ആ ബ്രിട്ടാസ് അടക്കം ഗോവിന്ദനടക്കം എല്ലാത്തിനും അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ കയറ്റണം. അവരെ അകത്തിട്ടതിന് ശേഷം മേടിക്കണം ബാക്കിയുള്ള ഗുണ്ടകളെ പിടിക്കേണ്ടത്. അത് നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. സോ ബെറ്റർ യു ഡു. നിങ്ങൾ ഈ കേസ് നേരെ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അവർ ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. അതേ സാധിക്കത്തില്ല. അതിനുള്ള നല്ല ആൾക്കാർ, കഴിവുള്ള CBI ആണ് അവർ വേണ്ടത്. അത് വേണ്ട രീതിയിൽ കൈകാര്യം CBIയും EDയും ഒക്കെ ചേർന്ന് അവരങ്ങ് മാനേജ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ പോയി പെടരുത്, ദയവ് ചെയ്ത്. കാര്യം നിങ്ങളെക്കൊണ്ട്
അത് അതിൻ്റേതായ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കില്ല. കാര്യം നിങ്ങളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അൺഫിറ്റ് ആണെന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ നിങ്ങൾ വരുത്തിച്ചു കഴിഞ്ഞു. നിങ്ങൾ കൂടി ചേർന്ന് നിന്ന് ഇതിനെ ഒരു ബംഗാളാക്കാൻ ശ്രമിക്കരുത്. ഇവിടെ സമാധാനമാണ് ആൾക്കാർക്ക് വേണ്ടത്. മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കണം. അല്ലാതെ നിങ്ങൾ കൂടെ ഈ CPM-നോട് ചേർന്ന് ഗുണ്ടകളോട് ചേർന്ന് അവർക്ക് വീണ്ടും ഒത്താശ കൊടുക്കുന്ന ഇതായിട്ടാണ് ഇപ്പോൾ ജനം പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അവർക്ക് കൂട്ടുവന്നു. കാര്യം അവർ പോലീസിനെ കൊടുത്തില്ല, സാഹചര്യം കൊടുത്തില്ല. നിങ്ങൾ കണ്ടതാണ് 2 യുവ IPS ഉദ്യോഗസ്ഥന്മാർ ആ നേതാക്കന്മാരോട് വെച്ച് റിക്വസ്റ്റാണ്, ഭിക്ഷ എടുക്കുന്ന പോലെയാണ്, നിങ്ങൾ അവരെ വിട്ടുകയറി ഞങ്ങൾ പൊക്കോളാം, ഞങ്ങൾക്കും ജീവിക്കണം. എന്നിട്ട് ധാർഷ്ട്യത്തോട് പറയും നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾ കണ്ട് എത്തിക്കേണ്ടത് എത്തിക്കാമെന്ന് പറഞ്ഞ് അവനെയൊക്കെ അപ്പോൾ പിടിച്ച് അകത്താക്കേണ്ടതായിരുന്നു. അതിനുള്ള തൻ്റെ ഇടം ആഭ്യന്തര വകുപ്പ് കാണിച്ചില്ല. എന്തുകൊണ്ട് കാണിച്ചില്ല? വല്ല അന്തർധാര വല്ല ആയിരിക്കാം. സോ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കരുത്. ജനങ്ങൾ നിങ്ങളെ വിശ്വാസത്തിലെടുത്താണ് നിങ്ങളെ ജയിപ്പിച്ചത്. നിങ്ങൾ ചെയ്യും പഴയ അതേ മന്ത്രിമാരുടെ കോലം കെട്ടുന്ന ഒരു സാഹചര്യം ദയവ് ഇത് ഉണ്ടാക്കാതിരിക്കുക. ഇനി അബദ്ധം എല്ലാവർക്കും പറ്റും. ഇത് നിങ്ങളുടെ അവസാന അബദ്ധമായി കാണുക. ഇനി ഒരിക്കലും നിങ്ങളിൽ നിന്നൊരു അബദ്ധം ജനം പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് ലഭിക്കില്ല. അതുപോലെ തന്നെ ഇനി ഈ നടന്ന അക്രമങ്ങളെ നിങ്ങൾക്ക് നേരെയാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈ കേസ് നേരെ നിങ്ങൾ CBIക്ക് കൊടുക്കുക. അതിനൊരു അന്തസ്സുണ്ട്. നിങ്ങളുടെ അന്തസ്സിൽ നിങ്ങൾ കാണിക്കുന്നത് അന്തസ്സുകൾ കാണിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ കാണിച്ചത്. ഇനി അതിന് അന്തസ്സായിട്ട് അതിനെ തരണം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കേസ് നേരെ CBIക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള ക്രമസമാധാനം നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതിനു മുൻപായിട്ട് അവിടെ ഇരിക്കുന്ന ചാരന്മാരെ പുറത്താക്കുക. ബാക്കി കഴിവും തൻ്റെ ഉള്ളവരെ നിങ്ങൾ അതിലേക്ക് ഇരുത്തി മാനേജ്മെൻ്റ് ചെയ്യുക. നല്ലൊരു ക്രമസമാധാനം പാലിക്കുക. ദയവ് ചെയ്ത് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുത്. സമാധാന അന്തരീക്ഷം നിങ്ങൾ തകർക്കരുത്. കഷ്ടമാണ്. ബുദ്ധിമുട്ടോടെയാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. നല്ല നയപരമായിട്ട് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാമായിരുന്നു. നിങ്ങൾ ആഭ്യന്തര മൊത്തം തകർത്ത് തരിപ്പണമാക്കിയുള്ള വിശ്വാസം നിങ്ങൾ ഇല്ലാതാക്കി. എന്നിട്ട് നിങ്ങൾ പത്രക്കാരുടെ മുന്നിൽ പറയുകയാണ് ഞങ്ങളെ അറിയിച്ചില്ല. അങ്ങനെ അറിയിക്കുമോ? ഏത് രീതിയാണ് അറിയിക്കാൻ പറ്റുക? കാര്യം അറിയിച്ചാൽ അത് പിണറായിയുടെ ചാരന്മാർ ഭരിക്കുന്ന പോലീസിൽ നിങ്ങൾ അറിയിച്ചാൽ അവരപ്പം കൊടുത്ത് അവർ ഇതിനേക്കാളും പ്രശ്നങ്ങളുണ്ടാക്കും. അവരറിയിക്കാതെ വന്ന് കിട്ടിയ അനുഭവമാണ് ഇത്. അറിയിച്ചു വന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ആഭ്യന്തരം കൈയാളുക, ഇല്ലെങ്കിൽ അത് ഗുഡ് ബൈ പറയുക. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഇമേജ് നിങ്ങൾക്ക് വീണ്ടെടുക്കാം. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ദയവ് ചെയ്ത് ഈ അക്രമികളെയും ഈ നേതാക്കന്മാരെയും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി. അത് നേരെ ആ കേസ് CBIക്ക് ഏൽപ്പിക്കുക. ഇതാണ് നിങ്ങൾക്ക് ജനങ്ങളോട് ചെയ്യാമെന്നുള്ള ഏറ്റവും വലിയൊരു സഹായം. ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ കേസ് നിങ്ങൾ നിർവഹിക്കരുത്. തെറ്റാണ്, നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. അത് CBIക്ക് കൊടുക്കുക. ഇനിയുള്ള കേസുകൾ ഇങ്ങനെയുള്ളൊരു അപാകത ഉണ്ടാകാതിരിക്കുന്ന പാകത്തിന് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഒരിക്കലും ഈ ഡൂക്കിലി നേതാക്കന്മാരും ഇതിന് മന്ത്രി എന്ന് വെച്ചാൽ എനിക്ക് നാണക്കേടാണ്. നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ്. അവിടെ നിരനിന്ന നേതാക്കന്മാർ ഗോവിന്ദനടക്കം നിലനിന്ന പഴയ മന്ത്രിമാരും ഗുണ്ടകളും നേതാക്കന്മാരും ഒന്നിച്ചെന്ന് അഴിഞ്ഞാടുന്ന ദൃശ്യം കണ്ടിട്ട് നിങ്ങൾ ഇതുവരെ എടുക്കേണ്ട ആക്ഷൻ എടുത്തില്ല. ഇനി എടുക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ കേസ് യു പ്ലീസ് ഹാൻഡ് ഓവർ ടു CBI ഗ്രൂപ്പ്. ദേ വിൽ ടേക്ക് കെയർ. അവർക്കറിയവരെയൊക്കെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണം. അതവരുടെ തീഹാർ ജയിലിലോ എല്ലാം ഒക്കെ കൊണ്ടിട്ട് അവർ വേണ്ട രീതിയിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തോളും. പോപ്പുലർ ഫണ്ട് നേതാക്കന്മാർ കിടക്കുന്നു, ഇവരും കുറച്ച് നാൾ കിടക്കട്ടെ. ഒന്ന് സമാധാനം അതിലൂടെയെങ്കിലും വരുത്താൻ ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.